നമസ്കാരം. ഉദയൻ കലാനികേതനാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. അസുര ശക്തിയുടെ മേൽ ദേവശക്തി വിജയം കൈവരിച്ചതിൻ്റെ ഉത്സവമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് ഉത്സവങ്ങളുടെ നാട്ടിൽ നിന്നും ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര ദർശനങ്ങളുമൊക്കെ കണ്ടു പഠിച്ച ഒരു കുട്ടിക്കാലം മുഖത്തല എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് എഴുത്തുകാരനും ആകാശവാണിയുടെ ശബ്ദ സാന്നിധ്യം കൊണ്ട് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ശ്രീ മുഖത്തല ശ്രീകുമാറാണ് ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത്. നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം സാർ, ഇന്ന് മേടമാസത്തിലെ വിഷുവാണ്. ഒരു മഹാക്ഷേത്രം അറിയപ്പെടുന്ന നാട്. ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും കലാകാരന്മാരും കലാപ്രവർത്തകരും ഒക്കെ നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം മുഖത്തല. സാർ, വിഷുവിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്ക് ആ മുഖത്തല ഗ്രാമത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ? എങ്ങനെയായിരുന്നു സാറിൻ്റെ കുട്ടിക്കാലത്തെ വിഷുവിൻ്റെ ഓർമ്മകൾ? മുഖത്തല ഒരു ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ വളരെ സുന്ദരമായൊരു ഗ്രാമമായിരുന്നു. ചെറുതെന്ന് പറയുമ്പോൾ ഈ മുഖത്തല എന്ന് പറയുന്ന ഒരു സ്ഥലം ചിലപ്പോൾ അവിടെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു ഏരിയ മുഴുവൻ മുഖത്തല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ആ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പരിസരവുമാണ് മുഖത്തല എന്ന് വിളിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് വലിയൊരു പ്രദേശത്തിൻ്റെ പേരാണ്. അത് വലിയ പ്രദേശത്തിൻ്റെയും വലിയൊരു സംസ്കാരത്തിൻ്റെയും പേരാണ് മുഖത്തല എന്ന് പറയുന്നത്. അത് ശരിക്കും ആ ക്ഷേത്രത്തെ ഉപജീവിച്ചാണ് ഉണ്ടായത്, ക്ഷേത്രത്തെ ആധാരമാക്കിയാണ് ഉണ്ടായത്. ക്ഷേത്രം എന്നുണ്ടായി, അതിനെത്ര പഴക്കമുണ്ടെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ അതിന് കൃത്യമായൊരു ഉത്തരമൊന്നുമില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ മുഖത്തല എന്ന് പറയുമ്പോൾ ക്ഷേത്രമായിരിക്കും പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അതെ, ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ മുഖത്തലയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അവിടുത്തെ സംസ്കാരം വികസിച്ചതിൻ്റെ, അവിടുത്തെ ജീവിതം വികസിച്ചതിൻ്റെ, അവിടുത്തെ മനുഷ്യരുടെ പ്രശസ്തി ഉണ്ടായതിൻ്റെ എല്ലാത്തിൻ്റെ ആധാരം ആ ക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ വിഷുക്കാലം എന്ന് പറയുന്നത് മുഖത്തലയെ സംബന്ധിച്ച് നമ്മുടെ തെക്കൻ തിരുവിതാംകൂർ, നമ്മുടെ തിരുവിതാംകൂറും തെക്കൻ തിരുവിതാംകൂറും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വിഷുവിന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. വടക്കങ്ങനെയല്ല. കേരളത്തിൻ്റെ ഉത്തര കേരളത്തിൽ വിഷു അതിപ്രധാനമായിട്ടുള്ള, നമുക്ക് ഓണത്തേക്കാൾ പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് അവിടുത്തെ വിഷു. നമുക്ക് ഇവിടുത്തെ വിഷുവിൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയുള്ളത്, നമ്മൾ രാവിലെ തന്നെ മുഖത്തല ക്ഷേത്രത്തിൽ കണി കാണാൻ പോകും. അപ്പോൾ അവിടെ വലിയ നെറ്റിപ്പട്ടം, ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ സോപാനപ്പടിയിൽ ഇങ്ങനെ ഒരു വലിയ നെറ്റിപ്പട്ടം വെച്ചിട്ട് കണിയൊരുക്കി നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് ദർശനം നടത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ വലിയ കണിയൊരുക്കി അങ്ങനെ വെച്ചിരിക്കും. അവിടെ വലിയ ഈ ഫലമൂലാദികളൊക്കെ നിറച്ചിട്ട് അങ്ങനെ അതെല്ലാം നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കൈനീട്ടം കിട്ടും. അപ്പോൾ അന്നത്തെ കൈനീട്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് 25 പൈസ 50 പൈസ, നമുക്ക് വലിയൊരു ₹1 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അന്നൊരു വലിയ തുകയാണ്. അപ്പോൾ ചെറിയ നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്ന ഒരു 1965 ജനിച്ച ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഈ കൈനീട്ടമൊക്കെ ഓർമ്മയായി വരുന്നത് ഒരു 70 കാലം മുതൽ ഇങ്ങോട്ടാണ്, ഒരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ കൈനീട്ടമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ദൂരത്ത് നിന്നുള്ള ചില ബന്ധുക്കൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ദൂരെ താമസിക്കുന്ന ബന്ധുക്കൾ വന്ന് നമുക്ക് കൈനീട്ടം തരുന്നു. കുട്ടികൾക്ക് രാവിലെ കണി കാണുന്നു. കണി കാണുന്നത് ഇന്ന് കാണുന്നതിൻ്റെ അത്രയും ആഡംബരപൂർണ്ണമായിട്ടുള്ളൊരു കണിയായിരുന്നില്ല. ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച് അവിടത്തേക്ക് കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ആഡംബരപൂർണ്ണമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. പിന്നെ കണിക്കൊന്നയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും കൊന്നപ്പൂ ഇങ്ങനെ വിടർന്നു നിൽക്കും. ഇന്നത്തെ പോലെ വെയിൽ നേരത്തെ വരുന്ന കാലമായിരുന്നില്ല. ഏതാണ്ട് മേടമാസത്തിനോടനുബന്ധിച്ച് നല്ല വെയിൽ വരും. ഈ വെയിലുരുകിയാണ് പൂവുണ്ടാവുന്നത് നോയൻവി സാർ പറയും. അപ്പോൾ അതുപോലെ ഈ കണിക്കൊന്ന വെയിലുരുകി പൂവാവുന്നത് ഇതിൻ്റെ ഈ സ്വർണ്ണക്കള അതുവരെ ഏതോ ഒരു പെൺകുട്ടിയെ പോലെയാണല്ലോ. അത് ഒന്നും പ്രതീക്ഷിക്കാതെ പൂത്തു നിൽക്കുകയാണ്. ധാരാളം പേരെ സമാകർഷിച്ചിങ്ങനെ നിൽക്കും. പൂ പോയാൽ നമുക്ക് അതിനോട് താല്പര്യമില്ല. ഈ കൊന്നയോട് നമുക്ക് ജീവിതത്തിൽ ആകെയുള്ള താല്പര്യം ഈ വിഷുക്കാലത്ത് മാത്രമേ ഉള്ളൂ. ഈ മരം നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ സത്യമായ കാര്യമാണ്. കാര്യം കൊന്നയിൽ പൂവില്ലാതെ ആരും ശ്രദ്ധിക്കാറ്. അത് ആ കാലത്തേക്ക് മാത്രം തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്, ഈ കർണികാരം എന്ന് പറയുന്ന പൂവ് കൊന്നയ്ക്ക് സമാനമായിട്ടുള്ളതാണ്. അപ്പോൾ കർണികാരം എന്ന പൂവ് നിർഗന്ധ പുഷ്പമാണെന്ന് പറയും. മണമില്ല. പക്ഷെ അത് മണമില്ലെങ്കിലും അതിന് മണമില്ലാതായി പോയല്ലോ എന്ന് കാളിദാസൻ സങ്കടപ്പെടുന്നുണ്ട്. ഇത്രയും മനോഹരമായ ഒരു പൂവിന് മണമില്ലാതെ പോയല്ലോ എന്ന്. മണമില്ലാതെ തന്നെ അതിൻ്റെ ഈ നമ്മൾ കാണുന്ന ഈ സ്വർണ്ണവർണ്ണം കൊണ്ട്, അതിൻ്റെ ഈ മനോഹാരിത കൊണ്ട് അത് നമ്മളെ ആകർഷിച്ച് നിർത്തും എന്നുള്ളതാണ്. പ്രകൃതിയാണ് ശരിക്കും നമുക്ക് വിഷു കൊണ്ടുതരുന്നത്, അല്ല മനുഷ്യരല്ല. കാർഷിക വിളവെടുപ്പ് 10ാം ഉദയം, വിഷു 1-ാം തീയതി മേടം 1 കഴിഞ്ഞ് 10ാമത്തെ ദിവസം നമ്മൾ തെങ്ങും തൈ വയ്ക്കും, പുതിയ തൈ നടാൻ ശ്രമിക്കും.
അപ്പോൾ ഈ 10ാമത്തെ ദിവസം മേടപ്പത്ത് എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ദിവസം, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഉത്സവമുണ്ട് ഈ 10ാം ഉദയത്തിന്. തീർച്ചയായിട്ടും. അപ്പോൾ 10ാം ഉദയം എന്നാണ്, 10ാമത്തെ ദിവസം ഉദിക്കുകയാണ്. ഇത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണല്ലോ, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്, ഒരു സംക്രമമാണല്ലോ. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്ന സംക്രമ ദിവസമാണ്. സാർ, ആ ഒരു കൃഷിക്കാലം അല്ലെങ്കിൽ വിളവെടുപ്പ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ലല്ലോ. കേരളത്തിൽ ഏതാണ്ട് കൃഷി അതിൻ്റെ ഒരു വളരെ പ്രദേശത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രദേശത്ത് മാത്രം കൃഷി ഉണ്ടാവുക, ആ കൃഷി തന്നെ മനുഷ്യർ വളരെ ഖേദപൂർവ്വം ചെയ്യുന്നൊരു കാലമാണ്. അപൂർവം ചില കൃഷിക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ആകാശവാണിയിലൊക്കെ വരുന്ന കൃഷിക്കാർ പലരും കൃഷി ലാഭകരമാണെന്ന് പറയും. പക്ഷേ പൊതുവേ നമ്മൾ കൃഷിയെക്കുറിച്ച് അന്വേഷിച്ചാൽ കൃഷി നഷ്ടമാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ നിറപുത്തരി എന്ന് പറയുന്നത് നടക്കുന്നില്ല, വിഷുവിൻ്റെ കൊയ്ത്ത്, അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന കൊയ്ത്ത്, അത്തരം കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പം സംഭവിക്കുന്നില്ല. ഇപ്പം നമ്മൾ വയൽ തന്നെ അപൂർവം തീരെ കുറഞ്ഞു, അതൊക്കെ ആളുകൾ നികത്തി വീടാക്കിയില്ലേ. അപ്പം നമ്മൾ ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത ഒരു സംഭവത്തെ ഉണ്ടെന്ന് വരുത്താൻ നമ്മൾ ആഘോഷത്തിൻ്റെ പകിട്ട് കൂട്ടി. നമുക്ക് പണ്ട് ആഘോഷത്തിന് അത്ര പകിട്ടില്ല, പക്ഷേ നമുക്ക് വേണ്ട കാർഷിക സമൃദ്ധി ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കാർഷിക വൃത്തി പോയി, പകരം നമ്മൾ അതിൻ്റെ സമൃദ്ധിയെ, നമ്മൾ ഇല്ലാത്തൊരു സമൃദ്ധിയെ നമ്മൾ ഉണ്ട് എന്ന് നടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലം കൂടെയാണ്. അത് വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ വേണ്ടതാണ്. കാരണം വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നറിയാനെങ്കിലും ഇത് ഉപകരിക്കും എന്നുള്ള നിലയിൽ അത് ആവശ്യമാണ്. സാർ, അതുപോലെ തന്നെ ശബ്ദ സാന്നിധ്യം കൊണ്ട് ഏറെ സുപരിചിതമാണ് സാറ്. പ്രത്യേകിച്ചും ആകാശവാണിയിൽ എത്രയോ വർഷക്കാലം കോഴിക്കോട്, തിരുവനന്തപുരം, ഒട്ടേറെ നാഗർകോവിലൊക്കെ സാറ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? സാറ് സുഭാഷിതം പോലുള്ള അല്ലെങ്കിൽ ഒട്ടേറെ പ്രോഗ്രാമുകൾ, ഇപ്പോൾ വയലും വീടൊക്കെ നമുക്ക് പണ്ട് കേട്ടൊരു ഓർമ്മ ഇപ്പോഴും ഉണ്ട് സാറേ. പക്ഷേ ഒരു കുടുംബത്തിന് വേണ്ടതെല്ലാം ആകാശവാണിയിൽ നിന്ന് കിട്ടുമെന്ന് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് പല പല പ്രോഗ്രാമിലായിട്ട്. ആ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അവരുടെ തലമുറ ഇത് അല്ലെങ്കിൽ ആകാശവാണിയിലെ പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ആകാശവാണിയെ സംബന്ധിച്ച് ആകാശവാണിയുടെ കേൾവിക്ക് ഈ കാലത്ത് വളരെ വർധനവുണ്ടായി. ആകാശവാണി തീരെ കേൾക്കാതെ പോയ ഒരു സമയമുണ്ട്. നമ്മുടെ ഈ വിഷ്വൽ മീഡിയ വരുന്നൊരു സമയം, പെട്ടെന്ന് ഇങ്ങനെ വിഷ്വൽ മീഡിയ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ശ്രോതാക്കൾ അതിലേക്ക് മാറി. പ്രത്യേകിച്ചും ഈവനിങ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന വൈകിട്ടത്തെ പരിപാടികൾ തീരെ കേൾക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ടായത്. പക്ഷേ പിന്നീട് ഒരു മാറ്റം വന്നു. സ്വകാര്യ ചാനലുകൾ വന്നു, അതിൻ്റെ FM എന്ന് പറയുന്ന ഒരു പ്രക്ഷേപണ മാധ്യമം വന്നു. അപ്പോൾ അതിനനുസരിച്ച് റേഡിയോ ലിസണിങ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പം വളരെ കൂടുതലാണ് റേഡിയോ ലിസണിങ്. പണ്ടത്തെ ആ ഒരു വയലും വീട് പ്രോഗ്രാം 7 മണിക്കാണല്ലോ സാറേ? 6:50. എനിക്ക് ഇപ്പോഴും എന്റെ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആളുകൾ, അത് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആകാശവാണിയിൽ ഇപ്പോഴും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല, ആകാശവാണിയിൽ ഇപ്പോഴും ആഴ്ചയിൽ ഒരു 150-നും 200-നും ഇടയ്ക്ക് പോസ്റ്റ് കാർഡ് വില്ലൻ്റെ കവറും കൂടെ വരും. ഇപ്പോൾ ആരും കത്തെഴുതുന്നില്ല എന്നാണ് നമ്മുടെ പൊതുവേ ഉള്ളൊരു സങ്കല്പം. പക്ഷേ ആകാശവാണിയിൽ ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഒരു 200-നടുത്ത് കത്തുകൾ വരും. അന്ന് കത്ത് മറുപടി പ്രോഗ്രാം തന്നെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എഴുത്തുപെട്ടി എന്ന് പറയുന്ന പരിപാടിയുണ്ട്, നമ്മൾ കത്തുകൾക്ക് മറുപടി പറയുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഓൺലൈൻ നമ്മൾ ഇന്റർനെറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ മെയിലും കൂടെ നോക്കും. ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ വരുന്ന അഭിപ്രായങ്ങൾ നോക്കും. ഇപ്പോൾ വാട്സപ്പിന് വേണ്ടി പ്രത്യേകം പരിപാടികളുണ്ട്. വാട്സപ്പിൽ വരുന്ന ശബ്ദം ഉപയോഗിച്ച് നമ്മൾ പാട്ടുകൾ, ആളുകൾക്ക് ആവശ്യമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാം. അങ്ങനെ വളരെ വൈവിധ്യമുള്ള, നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിന് വേണ്ടതെല്ലാം അതിനകത്തുണ്ട്. ഇതൊരു അനൗപചാരിക സർവകലാശാലയാണ്. എന്നാൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് സൂര്യന് താഴെയും മുകളിലുമുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ അതിലേറ്റവും വിദഗ്ധരായ ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. രാവിലെ 5:50 5:55 ആരംഭിക്കും. രാത്രി നമ്മൾ 11:20 വരെ ഉണ്ട്, 11:15 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ കണ്ടിന്യൂസ് അല്ലേ, ഇപ്പൊ ഡൽഹി റിലേ പാട്ടുകൾ, ഹിന്ദി ഗാനങ്ങളൊക്കെ ചേർത്തിട്ട് രാത്രി തുടർച്ചയാണ്. ആ സമയം സാറേ ദൂരദർശൻ പോലും അത്ര ആക്റ്റീവായി നിൽക്കാത്തൊരു സമയത്താണ് ഈ ആകാശവാണിയുള്ള പ്രോഗ്രാം. അന്നൊക്കെ ഒരു റേഡിയോ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇന്നിപ്പോ നിൽക്കുന്ന ഒരു വലിയ ഒരു ഹോം തിയേറ്റർ സിസ്റ്റമുള്ള ടിവിയിലെ ഒരു ആംബിയൻസ് ആണ് അന്ന്. ഇപ്പൊ പിന്നെ റേഡിയോ എന്ന് പറയുന്ന ഉപകരണത്തെക്കാൾ അധികം റേഡിയോ എല്ലാ സ്ഥലത്തുമായി. റേഡിയോ ഒരു സർവ്വവ്യാപിയാണ്. റേഡിയോ നിങ്ങളുടെ മൊബൈലിലുണ്ടാവാം, റേഡിയോ നിങ്ങളുടെ പേനയിലുണ്ടാവാം, റേഡിയോ നിങ്ങളുടെ ടെലിവിഷനിൽ തന്നെ കിട്ടാം. റേഡിയോ ഇപ്പോൾ ഏത് മാധ്യമത്തിലും നിങ്ങൾക്ക് റേഡിയോ കിട്ടും എന്നൊരവസ്ഥയായി. അപ്പോൾ ഇപ്പോൾ റേഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ ഏത് യാത്രയിലും കേൾക്കാം. ആ തരത്തിൽ മാറ്റം വന്നു. അതുപോലെ സാർ, സാറിൻ്റെ രചനകൾ എടുത്തു കഴിഞ്ഞാൽ കാമ്യം പോലുള്ള ഒരുപാട് സാർ അത്യാവശ്യം വായിച്ചിട്ടുണ്ട് സാർ. അതിൽ പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ചിന്തകളുണ്ട് വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് സാർ ഈ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ സാറിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത്? അല്ല, അതൊരു വ്യത്യസ്തമായ വഴിയാണെന്ന് പറഞ്ഞുകൂടാ. കാരണം അത് നമ്മുടെ കേരളത്തിലെ മനുഷ്യർക്ക് എല്ലാവരുടെ ഉള്ളിലും കവിതയുള്ള ഒരു പ്രദേശമാണ് കേരളം. ബാക്കി സംസ്ഥാനങ്ങൾ പോലെയല്ല. കേരളത്തിൽ എല്ലാ മനുഷ്യരുടെയും, നമ്മൾ അക്ഷരം പഠിച്ചവരുടെയും പഠിക്കാത്തവരുടെയും മനസ്സിൽ കവിതയുള്ള ഒരു നാടാണിത്. നമ്മളെല്ലാം നമ്മുടെ ചെറിയ പ്രായം മുതൽ നമ്മൾ കവിത എന്ന് പേര് വിളിക്കാമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാത്ത നാടൻ പാട്ടുകളും പഴഞ്ചൊല്ലുകളും ഉൾപ്പെടെ കേട്ടാ വളരുന്നത്.
നമ്മുടെ പഴഞ്ചൊല്ലുകൾ, നമ്മൾ പറയുന്ന സാധാരണ പഴഞ്ചൊല്ലുകൾ, നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്നതിനകത്ത് നമ്മളുടെ വലിയ കവിതകളിലുള്ളതിനേക്കാൾ അധികം ദർശനമുണ്ട്, അതിനേക്കാൾ അധികം വലിയ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. ജീവിതത്തെ ഏറ്റവും അറിഞ്ഞുകൊണ്ട് സമീപിക്കുന്നൊരു സമൂഹമാണ് കേരളം, മലയാളി എന്ന് പറയുന്നത്. ജീവിതത്തെ അറിഞ്ഞുകൊണ്ടാണ് സമീപിക്കുന്നത്. നമുക്ക് വളരെ ചെറിയ പ്രായം മുതൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ട്. നമ്മൾ പറയും ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരമായപ്പോഴാണ് കേരളം അല്ല, സമ്പൂർണ്ണ സാക്ഷരമാകുന്നതിനും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെ, എൻ്റെ അച്ഛൻ ധാരാളം കവിതകൾ വായിക്കുന്ന ആളായിരുന്നു, ഉറക്ക കവിത ചൊല്ലും. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരിൽ നിന്നാണ് ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെ കേട്ടിട്ടുള്ളത്. നാടകഗാനങ്ങൾ, KPSCയുടെ നാടകഗാനങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ കേൾക്കുന്നത് സാധാരണ മനുഷ്യർ ജോലി ചെയ്യാൻ വരുമ്പോഴും അവരുടെ കൂടെ നടക്കുമ്പോഴും. എൻ്റെ അച്ഛനൊരു പൊതുപ്രവർത്തകനായിരുന്നു. എൻ്റെ 5ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ കൂടെ, അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും, ഒറ്റ മകനായിരുന്നു, അപ്പോൾ എവിടെ പോയാലും അച്ഛൻ എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഈ നാട്ടിലെ എല്ലാ സാധാരണ മനുഷ്യരുടെയും സ്പന്ദനങ്ങൾ കണ്ടിട്ടുണ്ട്. അവരിൽ നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാൾ അധികം സാഹിത്യബോധം ഉണ്ടായിരുന്നു. അക്ഷരമൊന്നും പഠിച്ചിട്ടില്ല, കേട്ടറിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ വലിയ പ്രശ്നവും കേട്ടറിവ് കുറവാണെന്നുള്ളതാണ്. കേൾവി വളരെ കുറവാണ്, കണ്ടറിവാണ് കൂടുതൽ. കേൾക്കുമ്പോൾ മനസ്സിനകത്ത് തറയ്ക്കുന്നത് പോലെ കണ്ടാൽ തറയ്ക്കില്ല. കേട്ടാൽ അത് മനസ്സിനകത്ത് ഉറച്ചിരിക്കും. വളരെ ചെറിയ പ്രായത്തിൽ മുതൽ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അമ്മ പള്ളിക്കൂടത്തിൽ പോകുക. അമ്മ ടീച്ചറായിരുന്നു അച്ഛനും. അപ്പോൾ പോകുമ്പോൾ അമ്മുമ്മ എന്നെ എടുത്ത് എളിയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അമ്മുമ്മ രാമായണത്തിലെ പദ്യഭാഗങ്ങളൊക്കെ ഉച്ചാരണ പെശകില്ലാതെ വളരെ നന്നായിട്ട്, ഒരക്ഷരവും പഠിച്ചിട്ടില്ല, പക്ഷേ ചൊല്ലുമായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ ബോധനം എന്ന് പറയുന്നത് അമ്മുമ്മയിൽ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കും. അതൊരു ചെറിയ കാര്യമല്ല, അത് എനിക്ക് മാത്രമല്ല, ആ കാലത്തെ എല്ലാ കുട്ടികൾക്കും അത് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും വലിയ ഇപ്പം മഹത്തായിട്ടുള്ള ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദമൊന്നും എടുത്തില്ലെങ്കിലും അവർക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര പെട്ടെന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേരുപിടിക്കാനിടയായത്. കാരണം ഈ അവബോധത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ഉണ്ടാക്കി വെച്ച ഒരടിസ്ഥാനത്തിലേക്ക് നമുക്ക് വളരെ എളുപ്പമാണ് പിന്നെ ഏത് രാഷ്ട്രീയ ബോധ്യവും ഉണ്ടാക്കിയെടുക്കാൻ. കാരണം മനുഷ്യരതൊക്കെ കേട്ടും അറിഞ്ഞും കണ്ടും അങ്ങനെ അത് ശീലിച്ചിരുന്നു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നെയ്യാറ്റിൻകര പുള്ളിയിൽ എന്ന് പറയുന്ന കുടുംബത്തിലെയാണ്, പരമേശ്വരൻ പിള്ള. പക്ഷെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ അലഞ്ഞു നടന്നിട്ടുണ്ട് ഒരുപാട് കാലം. അപ്പോൾ ആ തലമുറയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ ഈ ജാതി വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതില്ലാത്ത നിരവധി മനുഷ്യർ ആ കാലത്ത് തന്നെ ജീവിച്ചിരുന്നു. സാർ, അതുപോലെ തന്നെ സാറിൻ്റെ കവിതകൾ എഴുതിയതിൽ ഹേ വനലക്ഷ്മി എന്നൊരു കവിത സാറിന്, പക്ഷെ അതിന്റെ പിന്നിൽ സാറിന് എന്തൊക്കെയോ പറയാനൊരു അല്ലല്ല, അത് വളരെ പണ്ടത്തെ ഒരു കവിതയാണ്. അതായത് ആദ്യത്തെ പ്രസിദ്ധീകരിച്ച കവിതയാണ്. അത് ഞാൻ വേറെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അത് ഞാൻ പ്രീ ഡിഗ്രി കാലത്താണ് കവിത എഴുതി തുടങ്ങി. അതിനു മുമ്പ് ഞാൻ കവിതയൊന്നും എഴുതിയിരുന്നില്ല. പക്ഷേ അക്ഷരശ്ലോകത്തിന് വേണ്ടി ഞാൻ ആയിരക്കണക്കിന് ശ്ലോകങ്ങൾ പഠിച്ച് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ ധാരാളം കവിതകൾ കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉള്ളിലുണ്ടായിരുന്നിരിക്കണം. പ്രീ ഡിഗ്രി കാലത്താണ് കവിത എഴുതുന്നത്. അപ്പോൾ ആ പ്രീ ഡിഗ്രി കാലത്ത് ഞാൻ ഫാറ്റിമ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് എന്താണ് ആദ്യ പ്രണയം എന്ന് പറയാവുന്ന ഒരെണ്ണം, അത് സ്വാഭാവികമായിട്ടില്ല ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ആദ്യ പ്രണയം ഷേക്സ്പിയർ പറയുമല്ലോ, ദോസ് ഹു ആർ ലവ്ഡ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആരൊക്കെ പ്രണയിച്ചിട്ടുണ്ടോ അവരൊക്കെ പ്രഥമ ദർശനത്തിൽ തന്നെ പ്രണയിച്ചിട്ടുണ്ട്, ആദ്യത്തെ നോട്ടത്തിൽ. അങ്ങനെ ഒരു പ്രണയം ഉണ്ടായി. അത് കുറച്ചൊരു ആഴമേറിയ പ്രണയമായി നിലനിന്നു. അപ്പോൾ അതിങ്ങനെ പ്രണയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ കവിത ഉണ്ടാവും. അപ്പോൾ ഒരു കവിത ഉണ്ടായി. അപ്പോൾ ആ കവിത ഉണ്ടായപ്പോൾ എനിക്കത് പുറത്ത് കാണിക്കാനൊരു മടി. കാരണം അച്ഛനെ കാണിക്കാൻ, അച്ഛൻ നല്ല സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ആൾ, നല്ല പ്രഭാഷകൻ, അച്ഛന് നല്ല സാഹിത്യബോധ്യമുണ്ട്. അപ്പോൾ അച്ഛനെ എൻ്റെ കവിത കാണിക്കാമോ, അതും ഒരു പ്രണയ കവിത കാണിക്കാമോ എന്നൊക്കെയുള്ള സംശയം വന്നപ്പോൾ ആ കവിതയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനകത്ത് വേണമെങ്കിൽ അത് ഒരു സാർവലൗകികമായ വിഷയവും ആകാമായിരുന്നു ആ കവിതയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ആ കാലത്താണ് ഈ വനം കൊള്ളയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിൽ ഹേ വനലക്ഷ്മി എന്നൊരു അഭിസംബോധന ചേർത്തിട്ടാണ് ആ കവിത പിന്നീട് എടുത്തത്. അപ്പോൾ അത് NV കൃഷ്ണവാര്യർ നാട്ടിലൊരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ ആ ചടങ്ങിൽ ആ കവിത വായിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം അത് വാങ്ങി നോക്കിയിട്ട്, അന്ന് ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള KC മധു എന്ന് പറയുന്ന ആളാണെന്ന്, കലാലയം എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രം. അപ്പോൾ മധുവണ്ണൻ്റെ കൈ കൊടുത്തിട്ട്, നീ മധു ഈ കവിത ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തു. ആ കവിതയാണ് ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത്. അതൊരു അങ്ങനെ ഉണ്ടായൊരു കവിതയാണ്. ശരിക്കും അപ്പോൾ ആ കവിത എൻ്റെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ, എൻ്റെ എല്ലാ കവിത. അല്ല, സാറ് എഴുതുന്ന കഥകളായാലും കവിതകളായാലും അച്ഛനാണ് ആദ്യം സാറ് കാണിക്കാറുള്ളത്. പക്ഷെ അച്ഛൻ മനസ്സുകൊണ്ട് അച്ഛനത് നോക്കിയിട്ട് തിരിച്ചു തരും. ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അച്ഛൻ്റെ ഒരു സാഹിത്യബോധ്യം, അച്ഛൻ കാളിദാസനെ വായിക്കുന്നു, എഴുത്തച്ഛനെ വായിക്കുന്നു, കുമാരനാശാനെ വായിക്കുന്നു, അവരുടെയൊക്കെ കൃതികൾ കാണാപ്പാടാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾ എഴുതിയ കവിതയിൽ അച്ഛന് ചിലപ്പോൾ അങ്ങനെ അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ നോക്കിയിട്ട് അച്ഛൻ തിരിച്ചു തരും, ഒന്നും പറയില്ല, നോക്കിയിട്ട് തിരിച്ചു തരും. അങ്ങനെയായിരുന്നു അത്. പക്ഷേ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് എൻ്റെ കവിതയുടെ നല്ല വിമർശകരായിരുന്നതും വായനക്കാരായിരുന്നതും ഒക്കെ.
എങ്ങനെയാണ് സാർ ആകാശവാണിയിലോട്ടേക്കുള്ള യാത്ര? ആകാശവാണിയിൽ ഞങ്ങളുടെ ഈ മുഹത്തല എന്ന് പറയുന്ന ഗ്രാമത്തിൽ അന്ന് ഒരു തൊഴിലിനെ കുറിച്ചും വേണ്ടത്ര ധാരണയില്ല. കുറേ അധ്യാപകരുണ്ടായിരുന്നു, പിൽക്കാലത്ത് പിന്നെ കുറേ പോലീസുകാരുണ്ടായി, കുറച്ച് LD ക്ലാർക്കുമാരുണ്ടായി. അപ്പോൾ നമുക്കങ്ങനെ മാധ്യമത്തെക്കുറിച്ചൊന്നും ധാരണയില്ല. പക്ഷേ എനിക്ക് സാഹിത്യത്തോട് വലിയ താല്പര്യം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്താണ് മാതൃഭൂമിയിൽ ആകാശവാണിയിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവിനെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വാർത്ത കാണുകയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനായിരുന്നു അതിന് അപേക്ഷ അയക്കുകയും ചെയ്യുന്നത്. അതിന് ആ പരീക്ഷയ്ക്കുണ്ടായിരുന്ന ഒരു ഗുണം അതിൽ കണക്കില്ലായിരുന്നു ആ കാലത്ത്. എനിക്ക് കണക്കുള്ള എല്ലാ പരീക്ഷയിലും ഞാൻ തോറ്റുപോകും. അപ്പോൾ കണക്കില്ലാതിരുന്നത് കൊണ്ട് അതിന് ടെസ്റ്റ് ഓഫ് റീസണിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണക്കില്ലാത്തത് കൊണ്ടും അതിനകത്ത് ഇന്ത്യൻ സംസ്കാരവും സാഹിത്യവും ഒക്കെ ആയിരുന്നു എൻ്റെ വിഷയം. അപ്പോൾ അതിലങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടാണ് ആകാശവാണിയിൽ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് PSCയിലൊക്കെ ഉദ്യോഗങ്ങൾ വന്നു പിന്നീട്. പക്ഷേ ഞാനതൊന്നും സ്വീകരിച്ചില്ല. എനിക്കിത് വല്ലാതെ തന്നെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്, ഇന്നും എന്നെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും ആകാശവാണി. അതുപോലെ തന്നെ 1000 ശ്ലോകം പഠിച്ചാൽ അരക്കവിയാകുമെന്നൊരു പഴഞ്ചൊല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ശ്ലോകമാണത്. സാറിന്റെ ജീവിതത്തിൽ എന്തുമാത്രം അർത്ഥവത്തായിട്ടുണ്ട് ആ ഒരു വാക്ക്? അല്ല, എല്ലാ തരത്തിലും അത് അർത്ഥവത്താണ്. നമ്മളിപ്പോൾ കവിത എഴുതുക എന്ന് പറയുന്ന ഒരാളുടെ പ്രതിഭയാണെന്ന് നമ്മൾ പറയും. ഒരാൾക്ക് പ്രതിഭ, ഇപ്പോൾ നോവൽ എഴുതാനുള്ള ഒരു പ്രതിഭ, കഥ എഴുതാനുള്ള പ്രതിഭ, ഒരാൾ കഥകളി നടനാവുന്നു, വേറൊരാൾ സിനിമാ താരമാവുന്നു. അപ്പോൾ അയാളുടെ ഉള്ളിലുള്ള, നമ്മളുടെ എല്ലാം ഉള്ളിൽ ഏതൊക്കെയോ തരം കഴിവുകൾ ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാൻ, അതെങ്ങനെ പുറത്തേക്ക് വരുന്നു, അതിനൊരു അവസരം വരണം, അതിനൊരു സാഹചര്യം വരണം, അങ്ങനെയുള്ള അങ്ങനെ പുറത്തു വരും. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പം അതിന് സാഹചര്യങ്ങൾ കൂടുതലാണ്. സോഷ്യൽ മീഡിയ ഒരു കടന്നു കയറ്റി അതിനൊരു തീർച്ചയായിട്ടും. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഈ പ്രകൃതി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചറിയുന്നവർ കുറവാണെന്നേ. എല്ലാവരുടെ ഉള്ളിൽ ഏതൊക്കെയോ സംഭവങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ കാഴ്ച, കേൾവി, സ്പർശം, ഗന്ധം, ഇതെല്ലാം വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തലച്ചോറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ മനുഷ്യൻ്റെ തലച്ചോറ് മാത്രമാണല്ലോ നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലെ പൂച്ചയുടെ തലച്ചോറ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല, നമ്മുടെ വീട്ടിലെ നായയുടെ തലച്ചോറ് അപ്ഡേറ്റ് ചെയ്യുക, കടുവയുടെ തലച്ചോറ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. കടുവയ്ക്ക് അതിൻ്റെ ജീവിത രീതിയിൽ നിന്ന് മാറാൻ നിവൃത്തിയില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല, മനുഷ്യൻ്റെ തലച്ചോറ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൽ ശേഖരിക്കുന്ന പോലെ നമ്മൾ ശേഖരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അത് എവിടെ ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഞാൻ എൻ്റെ ബാല്യകാലത്ത് ശ്ലോകം മാത്രമല്ല, ഇപ്പോൾ നാടൻ പാട്ടുകൾ, എത്രമാത്രം നാടൻ പാട്ടുകൾ മുഹത്തല ഉണ്ടായിരുന്നു. മുഹത്തലയുള്ള നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലത്ത് പോലും വിചാരിക്കാത്ത നാടൻ പാട്ടുകളുണ്ടായിരുന്നു. മുഹത്തല ക്ഷേത്രത്തിൽ 7ാം ഉത്സവത്തിനോ 8ാം ഉത്സവത്തിനോ മറ്റോ വീട് തോറും കയറി ഇറങ്ങി വന്നിട്ട് പാട്ടുകൾ പാടുന്ന പ്രത്യേക സമുദായക്കാർ വരുമായിരുന്നു. അപ്പോൾ അവർ കുരുത്തോല കൊണ്ട് തോൾവളയൊക്കെ ഇട്ട് കുരുത്തോല കൊണ്ട് കിരീടമൊക്കെ വെച്ചിട്ട് മരങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് പാഞ്ചിത്തോല എന്ന് പറയുന്നത് ആ തോല് കൊണ്ട് ഓതിയിട്ട് കുട്ടികളെയും മരങ്ങളെയൊക്കെ ഓതിയിട്ട് മരങ്ങൾക്ക് കണ്ണ് ദോഷം വരാതിരിക്കാൻ, കായ്ഫലമുള്ള മരങ്ങൾക്ക് പ്ലാവിനും മാവിനൊക്കെ ഓതുമായിരുന്നു. ദ്രാവിഡ വംശജരാണ് സാർ, അത് ദ്രാവിഡ വംശജർ തന്നെയാണ്. പക്ഷെ അവർക്ക് പ്രത്യേക സമുദായക്കാരാണ്. അപ്പോൾ അവർ വന്നിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ അവരുടെ പാട്ടിനകത്ത് അവർ പറയും രാമായണം ഒരു പെണ്ണ് വയക്ക് എന്ന് പറയും. നമ്മളിപ്പോൾ രാമായണത്തെക്കുറിച്ച് വലിയ സങ്കല്പം, നമ്മുടെ 24,000 ശ്ലോകമുള്ള രാമായണം, അതിൻ്റെ വലിയ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് സംസ്കൃതം പഠിക്കാൻ അനുവാദമില്ലാത്ത, അക്ഷരം പഠിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു വലിയ വിഭാഗത്തിൽ ഈ രാമായണ കഥ ഒരു കാറ്റിലൂടെ പകർന്നെത്തിയതുപോലെ അവരിലെത്തിയിട്ട് അവർ രാമായണം ഒരു പെണ്ണ് വയക്ക് എന്ന് പറഞ്ഞു. മഹാഭാരതത്തെക്കുറിച്ച് അവർ പറഞ്ഞു ഭാരതം ഇത്തിരി മണ്ണ് വയക്ക് എന്ന് പറഞ്ഞു. മഹാഭാരതം ശരിക്കും ഭൂമിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള സമരമാണ്. അപ്പോൾ അതിനെ അവർ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ, മുഹത്തലക്കാരുള്ള സാധാരണക്കാർ ഭാരതം ഇത്തിരി മണ്ണ് വയക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അതുൾപ്പെടെയുള്ള ഞാൻ വളരെ ഏറ്റവും സാധാരണക്കാരുമായിട്ട് ചെറിയ പ്രായത്തിൽ ഇടപഴകാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ക്ഷേത്രത്തിലെ ക്ലാസിക്കൽ കലകളും ഈ പഠിക്കുന്ന ശ്ലോകങ്ങളും കൂടാതെ ഈ നാട്ടിൽ നിന്ന് ലഭിച്ച സകലതും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ആകാശവാണിക്ക് വേണ്ടി റേഡിയോ ഗ്രാമരംഗം എഴുതുന്നു, ഗ്രാമ കേരളം എന്ന് പറയുന്ന നിരന്തരം എത്രയോ സ്ക്രിപ്റ്റുകൾ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ ആഴ്ചയും. അപ്പോൾ എനിക്ക് ഗ്രാമീണാനുഭവം എഴുതാനായിട്ട് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ പേന എടുത്തിരുന്നാൽ എൻ്റെ മുഖത്തല വരും. ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പ്രായം മുതൽ ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഗ്രാമീണമായ അനുഭവങ്ങൾ, മനുഷ്യരുടെ അനുഭവങ്ങൾ. ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ നാടകം പോലെ ഒരു സ്കിറ്റ് എഴുതുന്നുണ്ട്. എല്ലാ ആഴ്ചയും എത്രയോ വർഷമായിട്ട് എഴുതുന്നു ഞാൻ. അപ്പോൾ ആ സ്കിറ്റിനകത്ത് ഗ്രാമീണാനുഭവങ്ങളാണ്, ഗ്രാമജീവിതത്തിലെ അനുഭവങ്ങളാണ്, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ അതൊന്നും എഴുതാൻ രണ്ടാമതൊരാലോചന വേണ്ട. കാരണം അത്രയ്ക്ക് അനുഭവങ്ങൾ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കോരി കുടിക്കുന്ന പോലെയാണ്. നമ്മൾ എല്ലാവരും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അത്ഭുത സിദ്ധിയല്ല, എല്ലാവരും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഉപയോഗപ്പെടുത്താൻ നമുക്കൊരു അവസരം വരികയും ഉപയോഗപ്പെടുത്താനുള്ള താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് മാത്രമാണ് പ്രശ്നം കേട്ടത്. നമ്മളിപ്പോൾ ഇയാളെ കവിത എഴുതാൻ വേണ്ടി ദൈവം പ്രത്യേകം സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലൊന്നും അല്ല. നമ്മുടെ കയ്യിൽ കവിത എഴുതാനൊരു വാസനയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുമ്പോൾ പിന്നെ നമ്മളുടെ അതിനകത്തേക്കുള്ള നമ്മുടെ ഡെഡിക്കേഷനും അധ്വാനവുമാണ് പ്രധാനം. തീർച്ചയായിട്ടും. അതുള്ള ആൾ രക്ഷപ്പെടും.
അതില്ലാത്തയാൾ പിന്നാക്കം പോകും. പക്ഷെ നമ്മൾ പിന്നാക്കം പോകുമ്പോൾ പരാതി പറയും, അയ്യോ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലേ, ഞാനിങ്ങനെ ഇത്രയൊക്കെ ആയിട്ട് ഞാൻ മഹാനായിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം. അങ്ങനല്ല, നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുന്നോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ അപകടമായി. ആരും നമ്മളെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ അതേപോലെ ഒരു പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാനുള്ള ആഗ്രഹമാണ്. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ 2 വർഷം മുമ്പ് നിര്യാതയായി. അച്ഛൻ ചക്രപാണി മാസ്റ്റർ എന്നായിരുന്നു അച്ഛനെ വിളിച്ചിരുന്നത്. അച്ഛനൊരു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും പിൽക്കാലത്ത് പിന്നെ ആധ്യാത്മിക രംഗത്തേക്കൊക്കെ വരികയും ചെയ്ത വളരെ മികച്ച ഒരു അധ്യാപകനായിരുന്നു. അമ്മയും അധ്യാപികയായിരുന്നു. ശ്രീദേവി അമ്മ എന്നാണ് പേര്. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മകൻ ശ്രീനാഥ്, അയാളൊരു നാടക പ്രവർത്തകനാണ്, ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. അയാൾ LLB ആണ് പഠിച്ചത്. മകൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ MA കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകുന്നു. അപർണ. എൻ്റെ ഭാര്യ 2009 നിര്യാതയായി, സുധ. അതാണ് എൻ്റെ കുടുംബം. ഇപ്പോൾ ഈ ഒരു ചെറിയ കുടുംബമായിട്ട് ചെറിയ കുടുംബം നമ്മളൊരു വലിയ ലോകത്തിൽ ജീവിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബം. അതെ അതെ, ചെറിയ കുടുംബവും വലിയ ലോകത്ത് ജീവിക്കുന്നു. അത് നമ്മുടെ ആകാശവാണി എന്ന് പറയുന്ന ഒരു വലിയ ജാലകം, നമുക്ക് ലോകത്തെ കാണാനുള്ള ഒരു വലിയ, അതിനകത്തേക്ക് കാറ്റ് കടക്കുകയും അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന വിധത്തിൽ ആശയവിനിമയം ചെയ്യാൻ പറ്റിയ ഒരു വലിയ മാധ്യമത്തിൽ ചെന്നുപെടാനിടയായി എന്ന് പറയുന്ന മഹാഭാഗ്യം അനുഭവിക്കുന്നു. 1 വർഷവും കൂടെ ഉള്ളൂ കേട്ടോ. 1 വർഷം കൂടെ കഴിഞ്ഞാൽ പിരിയും. 2025 ഏപ്രിൽ 30 സർവീസ് അവസാനം. പിന്നെ എന്താണ് സാറിന്റെ പ്ലാൻ? വീട്ടിലിരിക്കേണ്ടി വരരുത്. ഞാൻ പറയുന്നത് എനിക്ക് ഒറ്റ കാര്യമേ ചെയ്യാൻ അറിയുമെന്ന് ഞാൻ പറയും. 1, എനിക്ക് വർത്തമാനം പറയാം. 2, എനിക്ക് എഴുതാൻ. 2 കാര്യങ്ങളെ അറിയാം. ഞാൻ മഹാനായ എഴുത്തുകാരനോ മഹാനായ പ്രക്ഷേപകനോ ആയോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ഇത് 2 എനിക്ക് ചെയ്യാൻ പറ്റും. അത് 2 ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ആവശ്യമുള്ള ആളുകൾ എന്നെ അന്വേഷിക്കുമല്ലോ, ആ വഴിക്ക് പോകും എന്നാണ് എൻ്റെ വിചാരം. അല്ല വേറൊരു പണിക്കും എന്നെ കൊണ്ട് കൊള്ളില്ല. വേറെ ഒരു പണി എനിക്ക് അറിഞ്ഞും കൂടാ, ഇത് മാത്രമേ അറിയൂ. അപ്പോൾ ഇത് കഴിഞ്ഞാലും നമുക്ക് എന്താണ് സാറിൻ്റെ ഇനി ഒരു പ്ലാൻ? അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. പക്ഷേ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ട്. ഞാനൊരു നോവൽ എഴുതാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ നോവലൊന്ന് പൂർത്തിയാക്കണം. പിന്നെ ഞാൻ കവിത ഇപ്പോൾ വളരെ മന്ദഗതിയിലായിട്ടുണ്ട്, എൻ്റെ ഈ ജോലി തിരക്കും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട്. അപ്പോൾ എനിക്കതിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ വായിക്കാൻ വേണ്ടി വാങ്ങി വെച്ച അനേകം പുസ്തകങ്ങളുണ്ട്. എനിക്ക് വളരെ എൻ്റെ ഏറ്റവും ആഹ്ലാദം തരുന്ന കാര്യങ്ങളിലൊന്ന് പുസ്തക വായനയാണ്. എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ അങ്ങനെ വായിക്കണം, നല്ല സിനിമകൾ കുറേ കാണണം, അങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. ലോകം സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ കൂടെ എനിക്കും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാർ, ആകാശവാണി രാവിലെ 8:30 സാറിൻ്റെ ഒരു നോവൽ വായന, എനിക്ക് തോന്നുന്നു ആകാശവാണി പ്രേക്ഷകരൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന, ഒരുപാട് സമയം കാത്തിരുന്ന് കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അത് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്നുകൂടെ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്താലോ? നോവൽ വായന നേരത്തെ മറ്റു പല സ്റ്റേഷനുകളിലും ഉണ്ടായിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അത് കുറച്ച് നാളെയാൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം മീര റാണി എന്ന് നമ്മളുടെ സ്റ്റേഷൻ ഡയറക്ടറായിരുന്ന, അന്നത്തെ പ്രോഗ്രാം ഹെഡായിരുന്ന മീര റാണിയാണ് നോവലുകൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ വായിച്ചു തുടങ്ങി. ഞാൻ മരണം ദുർബലം, നമ്മളുടെ K. സുരേന്ദ്രൻ്റെ നോവൽ, അത് ദിവസം 5 മിനിറ്റ് വീതമാണ് ഒരു നോവൽ വായിച്ചു പോവുക. അത് ദീർഘകാലം തുടരും. പക്ഷേ വളരെ പ്രിയങ്കരമായിട്ട് ആളുകൾ, ശ്രോതാക്കൾ അതിനെപ്പറ്റി കരുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യൻ്റെ രാമുഖം എന്ന നോവലാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീരാറായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ അതിനകത്തുള്ള വൈകാരികാവസ്ഥ ആളുകളിലേക്ക് നേരിട്ട് സന്നിവേശിക്കുന്നു. വായിക്കുന്ന പോലെയല്ല, കേൾക്കുമ്പോൾ അവരതിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു. അവരതിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്നു. ധാരാളം പേര് ഇതുകൊണ്ട് പുസ്തകം വാങ്ങി വെച്ചിട്ട് ആ പുസ്തകത്തോടൊപ്പം നോവൽ കൂടി കേട്ടുപോകുന്ന ആളുകളുണ്ട്. പുസ്തകം വായിക്കുന്നതിൻ്റെ കൂടെ നോവൽ കൂടി കേട്ടുകൊണ്ട് പോകും. വളരെ വലിയ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. കാരണം ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ നേരിട്ട് പകർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില എന്ന് പറയുന്ന നോവൽ, എനിക്ക് സുഭാഷ് ചന്ദ്രൻ്റെ ഭാഷയോട് അസാമാന്യ സ്നേഹമാണ്. നമ്മുടെ പുതിയ മലയാളത്തിൽ ഇത്രയേറെ സംഗീതാത്മകം എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ മനസ്സിനെ അങ്ങനെ സ്പർശിക്കുന്ന ഭാഷയിൽ എഴുതുന്ന എഴുത്തുകാർ വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹം ആകെ 2 നോവലേ എഴുതിയിട്ടുള്ളൂ. ആ 2 നോവൽ കൊണ്ട് മലയാളത്തിൽ വളരെ ലബ്ധപ്രതിഷ്ഠനായ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദ്രശില എന്ന നോവലിൻ്റെ ആമുഖത്തിലുള്ള ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. 1-ാമത്തെ അധ്യായം അഭയം എന്നാണ്. ശിഖണ്ഡി, ആണും പെണ്ണും കെട്ടതല്ല, ആണും പെണ്ണും ആളുന്നത്. പുകഞ്ഞുകടലും കത്തിയാളലും ഒന്നല്ല. യമുനയുടെ കരയിൽ അക്കൊല്ലം അതികഠിനമായിരുന്ന ഗ്രീഷ്മത്തിൻ്റെ അറുതിയിൽ, എളുപ്പം കത്തുന്ന കാട്ടുമരങ്ങളുടെ ഉണങ്ങിയ ശിഖരങ്ങൾ കൊണ്ടൊരുക്കിയ ചിതയിൽ ആത്മാഹുതിക്കൊരുങ്ങവേ അമ്പയ്ക്ക് അദ്ദേഹത്തെ ആദ്യമായും അവസാനമായും ഒന്ന് നേരിൽ കാണണമെന്ന് തോന്നി.
28ാമത്തെ വേദവ്യാസൻ എന്ന് ലോകം വാഴ്ത്തുന്ന കൃഷ്ണദ്വൈപായനനെ തൻ്റെ അനുജത്തിമാരായ അംബികയ്ക്കും അംബാലികയ്ക്കും സന്തതിയെ കൊടുത്ത് കുരുവംശത്തിന് തുടർച്ച സൃഷ്ടിച്ച കവി കുലോത്തുംഗനെ. ഇങ്ങനെ വായിച്ചു പോകും നമ്മളത്. കറക്റ്റ് ആ ഒരു ഫീല് നമ്മളതിൻ്റെ ഒരു വൈകാരികാവസ്ഥ ശ്രോതാക്കളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു. നമ്മളിപ്പോൾ കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ കഥാപാത്രങ്ങൾക്കനുസരിച്ച് ടോൺ വ്യത്യാസം, സംഭാഷണങ്ങൾ വരുമ്പോൾ സംഭാഷണത്തിൻ്റെ ടോൺ ഒരാൾ തന്നെയാണ് ഇതെല്ലാം ഒറ്റ ആൾ തന്നെ ചെയ്യും. അപ്പോൾ അത് നമുക്കതൊരു വെല്ലുവിളി കൂടിയാണ്. അതെങ്ങനെ മനുഷ്യരിലേക്ക് അത് പകരുന്നു, അത് മനുഷ്യരിലത് എത്തുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. പിന്നെ സാഹിത്യകൃതികളുമായി സാധാരണ ജനങ്ങളെ അടുപ്പിക്കുന്നു. അതിന് ചെറുപ്പക്കാരൊക്കെ ധാരാളം പേരുന്ന എനിക്ക് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം. ഈ മനുഷ്യൻ്റെ ആമുഖം എന്ന് പറയുന്ന നോവല് ഏറ്റവും പുതിയ തലമുറയിലുള്ള ആളുകൾ പോലും അത് കേൾക്കുകയും പ്രതികരണം അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമല്ലേ? അത് വലിയൊരു സന്തോഷമാണ്. നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു സേവനമായിട്ട് കൂടി, അതൊരു കലാവിഷ്കാരം മാത്രമല്ല, അതൊരു സേവനമായിട്ട് കൂടി പരിണമിക്കുന്നു എന്നത് വലിയ സന്തോഷം. സാർ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം സത്യം സാറേ, ഈ വിഷുക്കാലത്ത് അല്ലെങ്കിൽ വിഷുദിനത്തിൽ സാറിനോടൊപ്പം കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷുവിൻ്റെ തുടക്കം അടുത്തൊരു വിഷു വരെ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. മലയാളികളുടെ ശരിക്കും പുതുവർഷം മേടമൊന്നായിരുന്നല്ലോ, പിന്നീടാണ് അത് ചിങ്ങമൊന്നാവുന്നത്. ആദ്യം മേടമൊന്ന് തന്നെയാണ്. മേടമൊന്ന് നമുക്ക് 2 പുതുവർഷമുള്ള ആൾക്കാരാണ്. ഇപ്പോഴത്തെ നിലയിൽ 3 എണ്ണമുണ്ട്. നമ്മുടെ ജനുവരി 1 നമ്മുടെ പുതുവർഷമാണ്, ചിങ്ങ1 മേട1 നമ്മളുടെ പുതുവർഷമാണ്. അപ്പോൾ ഈ പുതുവർഷം ഇതൊരു കാർഷികമായ പുതുവർഷമാണ്, സമൃദ്ധിയുടെ പുതുവർഷമാണ്. ഇത് എല്ലാ തരത്തിലും മംഗളമുണ്ടാവണം. വൈലോപ്പള്ളി പറഞ്ഞതുപോലെ ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും അതിൻ്റെ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് പറഞ്ഞതുപോലെ അത് നമ്മളുടെ ഉള്ളിൽ ആ മനസ്സിൻ്റെ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും നന്മയും ഉണ്ടാവാൻ ഇത് ഓർമ്മിപ്പിക്കലിടയ്ക്ക് സഹായകമാവും. അപ്പോൾ എന്നോടൊപ്പം അതിന് സംസാരിക്കാൻ തയ്യാറായി നിങ്ങളെത്തുകയും ഈ കണിയൊരുക്കി ഇതിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ചെയ്യാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.